ഞാൻ നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ. ടീംസിൽ എനിക്ക് നിങ്ങളെല്ലാവരെയും കാണണം. അപ്പോൾ ഞാനൊരു 10 പിള്ളേരുടെ മെൻറ്ററാണ്. അത്രയും കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ പിള്ളേരെയും ബാക്കി നിങ്ങളെല്ലാ കുട്ടികളെയും ടീംസിൽ വരുമ്പോൾ ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെന്ന് നിങ്ങൾ തന്നെ പറയണം. ടീംസിൽ എടുക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നൊരു വളരെ ചെറിയൊരു ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അതാണോ എളുപ്പം. പക്ഷേ ഒരിക്കലും നമ്മൾ ക്ലാസ് റൂമിലുള്ള പോലത്തെ ക്ലാസ്സുകൾ വരത്തില്ല. നിങ്ങളില്ലാതെ SD കോളേജിലെ ക്ലാസ് റൂംസൊക്കെ എന്തുവാ പറയുന്നത്, ഈ ഡെഡ് ബോഡി പോലെ ആയിരിക്കും. നിങ്ങളാണ് ആ ക്ലാസ് റൂംസിൻ്റെയൊക്കെ ആത്മാവ്. ഞങ്ങളുടെ ആത്മാവും ആ ക്ലാസ് റൂംസിൻ്റെയും SD കോളേജിൻ്റെ എല്ലാ ആത്മാവും അവിടുത്തെ പിള്ളേരായിരുന്നു. ഇപ്പം ആത്മാവില്ലാതെ ശരീരം മാത്രം അവിടെ ഡെഡ് ബോഡീസ് പോലെ അവിടെ കിടപ്പുണ്ട്. അവിടെ എല്ലാം കാട് പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ജോലി എന്തുവെന്ന് വെച്ചാൽ അവിടെ ചെല്ലുക, അതെല്ലാം ക്ലീൻ ആക്കുക, വെറുതെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം ഈ പ്രാവശ്യം നിങ്ങൾ എന്താ പറയുക, സുവോളജി നമ്മുടെ ഈ പ്രാവശ്യത്തെ S1 ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോഴെങ്കിലും നമുക്ക് റെഗുലറായിട്ട് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കൊറോണ ഇതെന്നോ തീരുമോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം പിന്നെയും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ അതെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ചിലപ്പോൾ ജനുവരിയിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളെ ഞാൻ ടീംസിൽ കൂടെ വന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണുന്നതായിരിക്കും. അതിനു മുമ്പേ ഞാൻ ഈ റെക്കോർഡഡ് ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ നിങ്ങളും കൊണ്ടുള്ള ഒരു ക്ലാസ് ഞാൻ ടീംസിൽ ഉടനെ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വർഷം ഒരു വർഷത്തിന് 2 സെമസ്റ്റർ ആക്കിയേ മാറ്റിയേക്കുകയാണല്ലോ. നിങ്ങൾ സെമസ്റ്റർ സിസ്റ്റത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 2 സെമസ്റ്ററിൽ നിങ്ങൾ സുവോളജി എടുത്തേക്കുന്ന കുട്ടികൾ നമ്മൾ കുറേ അധികം ആനിമൽസിനെ നമ്മളിങ്ങനെ പരിചയപ്പെടും കേട്ടോ. അതിനെയൊക്കെ പഠിക്കും. അതിൽ നമ്മളിപ്പം 3-4 ടീച്ചേഴ്സ് വന്നിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഇൻവെർട്ടിബ്രേറ്റ്സാണ് പഠിക്കുന്നത്. ഇൻവെർട്ടിബ്രേറ്റ്സ്. സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ വെർട്ടിബ്രേറ്റ്സ്. ആനിമൽ ഡൈവേഴ്സിറ്റി, പലതരം ആനിമൽസിനെ നമ്മൾ പരിചയപ്പെടുകയും അവരെ ഗ്രൂപ്പ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? ഒരേ ഗ്രൂപ്പിൽ ഒരേപോലത്തെ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനും അതുമൊക്കെ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ വേറെ ഓരോരുത്തർക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കും. അപ്പം നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക് മുറിച്ച് തന്നേക്കുന്നത്. ഒരാൾക്ക് തന്നെ എല്ലാം പഠിപ്പിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുറിച്ച് അവസാനം നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാവും. ആദ്യം യൂണിസെല്ലുലാർ ആനിമൽസിനെ പഠിപ്പിക്കും. സിംഗിൾ സെൽഡ് ആനിമൽസ്, ഒറ്റ സെല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിലോട്ട് വരും. ഒരു ഗ്രേഡ് കൂടെ കൂടുമ്പം കുറച്ചധികം സെല്ലുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു ആഗ്രിഗേഷൻ, കുറച്ച് കൂടിയ സെല്ലുകളുടെ ഒരു കൂട്ടം. ആദ്യം ഒറ്റ സെല്ല് അയാൾ തന്നെ അയാളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, എക്സ്ക്രീഷൻ ആണെങ്കിലും ഡൈജഷൻ ആണെങ്കിലും ഫുഡ് ക്യാപ്ചറിങ്ങും എല്ലാം ഒരു സെല്ല് തന്നെ എല്ലാ ജോലിയും നിർവഹിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് അടുത്ത ഗ്രേഡിലോട്ട് വരുമ്പം കുറച്ചധികം സെല്ലുകളുടെ ഈ യൂണിസെല്ലുലാർ ആനിമൽസിന്റെ കൊളോണിയൽ ഫോമൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ ടീച്ചർ പഠിപ്പിച്ചു തരും. അടുത്ത ആളെന്ന് പറയുന്ന ആൾ പറയും അടുത്ത ഗ്രേഡിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഫൈലം ക്ലാസിഫിക്കേഷൻ ഈ ഫൈലം വൈസ് ആയിട്ടാണ് ടീച്ചേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പം എനിക്ക് പഠിപ്പിക്കാനുള്ളത് ഫൈലം പോറിഫെറയാണ്. പോറിഫെറ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ കഴിഞ്ഞിട്ട് മൾട്ടി സെല്ലുലാറിലോട്ട് വന്നു. സിംപ്ലസ്റ്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഫൈലം പോറിഫെറ. അപ്പം അത് ഞാൻ ടീംസിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പഠിപ്പിക്കണം, എല്ലാ ടീച്ചേഴ്സിനോടും പറയുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂം പഠനം പോലെ വരുന്നില്ല ഓൺലൈൻ ക്ലാസ്. മറ്റത് ഞങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ നോക്കി പഠിപ്പിക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക പോലും വേണ്ട. നിങ്ങളുടെ മുഖത്തോട്ട് നിങ്ങളുടെ കണ്ണുകളിലോട്ട് നോക്കിയാൽ മതി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വെറുതെ ഭിത്തിക്കിട്ട് നോക്കിയാണ് പഠിപ്പിക്കുന്നത് ഞാൻ. അപ്പം അത് കാരണം നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഞങ്ങൾക്ക് എങ്ങനെ പഠിപ്പിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മുമ്പിൽ വന്നിരുന്ന ജീവനുള്ള നിങ്ങളെ നോക്കി പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഒരു വർഷം നിങ്ങളെ കാണാതിരുന്ന് ഞങ്ങളെല്ലാം ഒരു ഊർജ്ജം നഷ്ടപ്പെട്ട് വയസ്സായിപ്പോയി. മറ്റത് എല്ലാ ദിവസവും
കൊച്ചു പിള്ളേർ നല്ല ഇരുന്ന് പിള്ളേരുടെ മുഖത്തോട്ട് നോക്കി പഠിപ്പിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ വിചാരം എന്ന് പറയാം ഞങ്ങൾക്കും അത്ര വയസ്സേ ഉള്ളത്, ഞങ്ങളൊക്കെ ചെറുപ്പമാകും വൈകുന്നേരം ആകുമ്പോൾ. ഇതാണെങ്കിൽ ഭിത്തിക്കിട്ട് നോക്കി 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 നമ്മളെന്തോ ഒരുമാതിരി ആയിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ഈ കൊറോണയൊക്കെ പോയിട്ട് നമുക്ക് ഉടനെ തന്നെ ലൈവ് ക്ലാസ് ശരിക്കുള്ള ക്ലാസ്സിൽ വന്ന് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ബോർഡിലൊക്കെ നല്ലോണം വരച്ച് പഠിപ്പിക്കാനും നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റട്ടെ. ജനുവരിയിലൊക്കെ നമുക്ക് ചിലപ്പം വരാൻ പറ്റിയെന്നിരിക്കും. എനിക്ക് തന്നിരിക്കുന്ന പോർഷൻ, ഒരു ചെറിയ പോർഷൻ ഞാൻ ഈ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം, അതല്ലെങ്കിൽ ടീംസിൽ ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അപ്പം ഞാൻ പൈലം പോറിഫറ നോക്കട്ടെ. ഈ ഫൈലം പോറിഫറയിൽ വരുന്ന ആനിമൽസിനെ ഉണ്ടല്ലോ ജനറലായിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? സ്പോഞ്ചസ്. നമ്മളെ പാത്രം കഴുകാനൊക്കെ ഒരു സ്പോഞ്ച് ഉപയോഗിക്കത്തില്ലേ, അത് സിന്തറ്റിക്കാണ്. അതേപോലെ നമ്മൾ പിന്നെ കുളിക്കാൻ നേരത്ത് ഒരു സോപ്പ് അല്ലെങ്കിൽ സ്ക്രബൊക്കെ ഉപയോഗിക്കും. അതുമാതിരി തന്നെ ഉള്ള ആനിമലുണ്ട്, അതിൻ്റെ ടെക്സ്ചറുള്ള ആനിമലുണ്ട്. അവരെ മറ്റേ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്പോഞ്ച് സിന്തറ്റിക്കാണ്, അതുപോലെ തന്നെ ഇരിക്കും. അത് ആനിമലാണ്. അങ്ങനത്തെ ആനിമൽസ് ഉണ്ട്. അവർ മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് ആർ മറൈൻ. മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് ആർ മറൈൻ എന്ന് വെച്ചാൽ എന്താ? സീലാണ് മറൈൻ എന്ന് പറയുന്നത്. പക്ഷെ സം ഫ്രഷ് വാട്ടർ സ്പോഞ്ചസ് ആർ ഓൾസോ there. Some are very few sponges are fresh water, but most of the sponges are marine. Fresh water forms ഉണ്ട്, പക്ഷെ most of the sponges are marine. അപ്പോൾ അവരെ കണ്ട എങ്ങനെ ഇരിക്കുന്ന അറിയാം പിള്ളേരെ? നമ്മൾ കുളിക്കാനും പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന മേത്ത് തേച്ച് കഴുകുന്ന സ്ക്രബില്ലേ, അതോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സ്പോഞ്ച്, അല്ലെങ്കിൽ സീറ്റിനകത്തുനിന്നൊക്കെ നമ്മൾ മറിച്ചെടുക്കാറില്ലേ, ആ സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കും. പക്ഷെ അത് ആനിമലാണ്. അത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന ആനിമൽ, എവിടെയെങ്കിലുമൊക്കെ റോക്കിലോ, മെറൈൻ എന്ന് പറയുന്നിടത്ത് അവിടെ എന്താ റോക്ക് കാണും, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഷെല്ല് കാണും, അതിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു തരം ആനിമലാണ്. എന്താ? ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആനിമൽസ്. അതാണ് നിങ്ങൾക്ക് വേണ്ടി കളർ പെൻസിൽ ബോർഡൊക്കെ അടിച്ചു വെച്ചേക്കാം. സിംപ്ലസ്റ്റ് മൾട്ടിസെല്ലുലാർ ആനിമൽസ് ആണ് കേട്ടോ. മെറൈൻ ആണ്, സിംപ്ലസ്റ്റ് ആണ്. അവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന സ്പോഞ്ചസ് ആണ്. അവരുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീറ്റിനകത്തു നിന്നൊക്കെ പറിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ സ്പോഞ്ച് പോലെ തന്നെ ഇരിക്കും കേട്ടോ. പക്ഷെ അവർ ആനിമൽസ് ആണ്. ഈ എന്താ പറയുന്ന ഡൈവേഴ്സ് ഇല്ലേ, ഡൈവേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ? കടലിലൊക്കെ ഡൈവ് ചെയ്യാൻ പോയിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? അയ്യോ, എനിക്കാണ് മഹാപേടി അതൊക്കെ. ഡൈവ് ചെയ്യാൻ പോകുന്നവർ ഈ കടലിൻ്റെ അടിയിൽ പോയിട്ട് ഈ സ്പോഞ്ചസിനെ കളക്ട് ചെയ്യും. എല്ലാത്തരം സ്പോഞ്ചസും അല്ല, ചില സ്പോഞ്ചസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് ബ്ലീച്ച് ചെയ്തിട്ട് ബാത്ത് സ്പോഞ്ചസ് ആയിട്ട് വിൽക്കും. അത് കടകളിലൊക്കെ കിട്ടും, ഒറിജിനൽ ആയിട്ടുള്ള സ്പോഞ്ച്. അതിനെ ഡൈവേഴ്സ് കളക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ബ്ലീച്ച് ചെയ്തിട്ടൊക്കെ ബാത്ത് സ്പോഞ്ചസ് ആയിട്ട് ഉപയോഗിക്കും. ബാത്ത് സ്പോഞ്ചസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ ഒരു കരിങ്കല്ല് പോലത്തെ ഒരു കല്ല് പോലത്തെ സാധനത്തിനെ നമ്മൾ സ്പോഞ്ച് കുളിക്കാനായിട്ട് നമ്മൾ മേടിക്കും ഇല്ല. അപ്പം അതിൻ്റെ ബോഡി എങ്ങനെ ഇരിക്കണം? സ്പോഞ്ചസിൻ്റെ ബോഡി എങ്ങനെ ഇരിക്കണം? അതിനകത്ത് വെള്ളം കയറി നമ്മൾ വെള്ളം സോക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി വേണം. വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ വെള്ളം അതിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്ന രീതിയല്ലേ സ്പോഞ്ച്. നമ്മളൊരു സ്പോഞ്ചിനെ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആ വെള്ളം
ആ സ്പോഞ്ചിനകത്തൂടെ കയറും അല്ലേ, എന്നാലല്ലേ അത് സോഫ്റ്റ് ആവത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉള്ളവരെയാണ് നമ്മൾ സ്പോഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബോഡിയിൽ മുഴുവൻ പോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ പറയുന്ന പോർ ബിയറിംഗ് ആനിമൽസ്. ദ സ്പോഞ്ചസ് ആർ pore bearing animals and hence they are known as porifera. Pore bearing animals, hence they are known as porifera, pore bearing animals. കേട്ടോ? അപ്പൊ ഞാനൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോർ ബിയറിംഗ് ആനിമലിനെ വരയ്ക്കും, ഒരു സ്പോഞ്ചിനെ വരയ്ക്കട്ടെ പിള്ളേരെ. അവർ അറ്റാച്ച്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബുലാർ ആയിരിക്കും. ഒരെണ്ണം ഞാൻ വരയ്ക്കാം. കണ്ടോ? ഇങ്ങനൊരു ചെറിയ ട്യൂബ് മാറിയിരിക്കും അവരുടെ ബോഡി. ആൻഡ് ഇറ്റ് ഈസ് ദ ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു എ സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ റോക്ക് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൊളസ്കന്റെ ഷെല്ലാവാം, എന്തിലെങ്കിലും പോയി അറ്റാച്ച് ചെയ്തിരിക്കും. അതിലൊരു ഫ്രീ എൻഡും ഉണ്ട്, ആപ്പെക്സ്, ഒരു ഫ്രീ പാർട്ടുണ്ട്, ദാറ്റ് ഈസ് ദ ആപ്പെക്സ്. ആൻഡ് ദ ബോഡി ഈസ് പെർഫറേറ്റഡ്. കണ്ടോ? ഇങ്ങനെ ധാരാളം പോഴ്സ് ഉണ്ട് ഇതിന്. ഈ പോഴ്സ് ഉള്ളതുകൊണ്ട് അവർ പോർ ബിയറിംഗ് ആനിമൽസ്. ദിസ് ഇസ് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചിനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പേര് ആസ്കോട്ട്. പലതരത്തിലുള്ള ഇവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ടു മച്ച് കോംപ്ലക്സ് ബോഡി പ്ലാൻ കാണാം. ഞാൻ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ളത് വരച്ചേക്കാണ്. ദാറ്റ് ഇസ് ദ ആസ്കോൺ ടൈപ്പ് അല്ലെങ്കിൽ ആസ്കനോട്ട് ടൈപ്പ്. ഈ ടൈപ്പിൽ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂബ് ലൈക്ക് ബോഡി ആൻഡ് ദ ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു എ സബ്സ്ട്രേറ്റ്, എ ഫ്രീ എൻഡ് കോൾഡ് ആപ്പെക്സ്. കേട്ടോ? ഇതിന് ഈ നിങ്ങൾ ഫസ്റ്റ് യൂണിസെല്ലുലാർ ആനിമൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സിമെട്രി പഠിക്കും. സിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓർഗൻസ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഓർഗാനിസവും എന്ത് സിമെട്രിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഈ സ്പോഞ്ചസിന് യൂഷ്വലി ദേ ആർ റേഡിയലി സിമെട്രിക്കൽ. റേഡിയലി സിമെട്രിക്കൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആപ്പിൾ ആണെങ്കിൽ അതിന് 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടും. ഇപ്പൊ ഇതല്ലേ, ഇപ്പൊ ഇതുപോലത്തെ സാധനത്തിനല്ലേ ഞാൻ വരച്ചേക്കുന്നത്. ഇതിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ് ആക്കണമെങ്കിൽ ഇതിന്റെ നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്താൽ 2 ഏത് റേഡിയസിൽ കട്ട് ചെയ്താലും ഇങ്ങനെയോ എങ്ങനെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ് കിട്ടും. അങ്ങനെയുള്ള സിമെട്രി ഉള്ള ആനിമൽസ് ആണ് മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ്. എസിമെട്രിക്കൽ ആയിട്ടുള്ളവരും ഉണ്ട് സ്പോഞ്ചസിൽ. യൂഷ്വലി ദ സ്പോഞ്ചസ് ആർ റേഡിയലി സിമെട്രിക്കൽ. റേഡിയലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ the body can be divided into 2 equal halves by cutting through any radii passing through the center. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന എനി റേഡിയസിൽ കൂടെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്നത് റേഡിയലി സിമെട്രിക്കൽ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടുന്ന. എങ്ങനെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ്. നമ്മുടെ ആണെങ്കിലോ നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുമോ? മേളിലൊരു ഹാഫ്, ഇങ്ങനൊരു ഹാഫ്. അപ്പൊ നമ്മുടെ സിമെട്രി എന്ന് വെച്ചാൽ ബൈലാറ്ററൽ സിമെട്രി ബൈ കട്ടിങ് ത്രൂ എ സിംഗിൾ മീഡിയൻ പ്ലെയിൻ. സിംഗിൾ മീഡിയൻ പ്ലെയിനിൽ കൂടെയുള്ള ഇതിന് ഈ ലൈനിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമാണ് കണ്ണും ഇതും എല്ലാ ഓർഗൻസും 2ആയിട്ട് ഇത്. അപ്പൊ നമ്മുടെ സിമെട്രി എന്ന് വെച്ചാൽ ബൈലാറ്ററൽ സിമെട്രി. ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ ഹാഫ്സ് ബൈ കട്ടിങ് ത്രൂ എ സിംഗിൾ മീഡിയൻ പ്ലെയിൻ. അവരുടെ അങ്ങനെയല്ല, റേഡിയൽ സിമെട്രി. ഒരു ട്യൂബ് പോലെ ഇരിക്കുന്ന എനി റേഡിയസ്, ആ റേഡിയസിൽ കൂടെ പാസ് ചെയ്യണം, സെന്ററിൽ കൂടെ ആയിരിക്കണം. ബൈ കട്ടിങ് ത്രൂ എനി റേഡിയൈ പാസിംഗ് ത്രൂ ദ സെന്റർ. അങ്ങനെയുള്ള ആനിമൽസ് ആണ് മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ്. ചില സ്പോഞ്ചസ് അങ്ങനെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഒരു സ്പോഞ്ച് പറ്റിപ്പിടിച്ച പോലെ തന്നെ ഇരിക്കും. റോക്കിലൊക്കെ പോയിട്ട് സ്പോഞ്ച് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അവര് 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ പറയുന്നത് അസിമെട്രിക്കൽ. ഇവര് മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് ആ നമ്മളെന്താ പറഞ്ഞ ബൈലാറ്ററലി സിമെട്രിക്കൽ അല്ല, റേഡിയൽ സിമെട്രി.
radial symmetry. So most of the sponges are marine. Some are very few are freshwater forms. Simplest multicellular animals are pore bearing animals. Radial symmetry. കേട്ടോ. പിന്നെ ഇവരുടെ ബോഡി വാൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിന്റെ ബോഡി വാൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ലൂസ് ആഗ്രിഗേഷൻ ഓഫ് സെൽസ്. സെല്ലുകൾ ഇങ്ങനെ ലൂസ് ആയിട്ട് ഇങ്ങനെ ആഗ്രിഗേറ്റ് ചെയ്തിട്ട് പക്ഷെ ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആൻഡ് ദീസ് ഡിഫറെന്റ് സെൽസ് പെർഫോമിംഗ് ഡിഫറെന്റ് ഫങ്ഷൻസ്. ഇതൊക്കെ ആണെങ്കിൽ പോലും അവിടെ ദ ബോഡി ഈസ് ഫോംഡ് ഓഫ് എ സോർട്ട് ഓഫ് little body is formed of an aggregation of cells, aggregation of different types of cells. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ടിഷ്യൂസോ ഓർഗൻസോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്കിവിടെ പറയാം ഇവിടെ ഇവർക്കൊരു സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ വരെ എത്തിയിട്ടുള്ളൂ. സെൽസുകളുടെ ഒരു കൂട്ടം. ആ സെൽസ് സിമിലർ സെൽസ് ആർ നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ് ഒന്നും ആയിട്ടില്ല, ഓർഗൻസ് ഒന്നും ഇല്ല. അപ്പൊ ഇവര് ദേ ഹാവ് only a cellular grade of organization. Cellular grade of organization. And the body is a sort of like it is an aggregation of different types of cells, and these different cells perform different functions. But here the similar cells are not organized into tissues. Tissues are ethical, but body is formed of different cells, and these different cells performing different functions. Different functions ചെയ്യാൻ വേണ്ടി different cellsകളുടെ ഒരു കൂട്ടമുണ്ട് അവർക്ക്. പക്ഷെ അവരൊന്നും തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടിഷ്യൂവോ ഓർഗൻസോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ഓർഗൻ സിസ്റ്റം ആബ്സെന്റ് ആണ്. ഇവർക്ക് ഓർഗൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇവർക്ക് ഓർഗൻസ് ഒന്നും ഇല്ല ഇവരുടെ ബോഡിയിൽ. നെർവസ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം അങ്ങനത്തെ ഒരു സിസ്റ്റവും ഇല്ല. ബോഡിക്ക് അകത്ത് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അവര് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ എങ്ങനെയായിരുന്നു പിള്ളേരെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി പഠിക്കും. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ബോഡിക്ക് അകത്ത് അവരുടെ ഡൈജഷൻ ആ ഒരൊറ്റ സെല്ല് തന്നെ നടത്തും. സിംഗിൾ സെല്ലായിട്ടുള്ള ഓർഗാനിസത്തിന്റെ കാര്യം പറയും. ആ ഒറ്റ സെല്ലിനകത്ത് തന്നെ അവരുടെ ഡൈജഷൻ, എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ എല്ലാവരും അവരുടെ ആ ഒറ്റ ഒരു സെല്ലാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അവർ ഡിഫറെന്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റംസ് ഒന്നും തന്നെ ഇവർക്കില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ ഇവർക്കൊരു നമ്മൾ എന്താ ഇവരെ പറയുന്നത്, ഇവർക്ക് ഒരു സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനേ ഉള്ളൂ. ഇവരുടെ ബോഡി വാൾ എങ്ങനെ ഇരിക്കുന്നു? ഇവരുടെ ബോഡി വാൾ ഈസ് ഫോംഡ് ഓഫ് two distinct layers of cells. Body wall is formed of two distinct layers of cells. ഞാൻ തുടച്ചെന്തിനാന്നറിയോ? പോർ ബിയറിങ് ആനിമൽസാ. അവരുടെ ബോഡി വോളിന്റെ കണ്ടിന്യൂസ് അല്ല. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ബോഡി വോളിന്റെ ഇടയ്ക്ക് പോഴ്സ് ഉണ്ട്. ആ പോഴ്സിന്റെ ഞാനിങ്ങനെ തുടച്ചു കളഞ്ഞ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. The body wall consists of two distinct layers of cells. The outer layer and ഇതാ ഞാൻ ഈ വരച്ചു വെച്ചിരുന്നു. ഇത്രയും ബോഡി വോൾ എടുത്ത് വരച്ചു വെച്ചേക്കും. Outer layer and the inner layer. The outer layer is called the pinacoderm. The outer layer is called
and the inner layer is called choanoderm. The choanoderm cells are flagellated. In between the pinacoderm and the choanoderm, there is a middle layer called the mesoglia, and it is a jelly-like middle layer. A jelly-like middle layer, and it is a middle layer, and it is jelly-like, and it is called the mesoglia. And this mesoglia contains certain constantly moving cells, and these cells are called amoebocytes. Appa outer layer endha parayna pinacoderm, inner layer is called choanoderm. This three wall eduthu vechu nokkiya adil outer layer, inner layer, and edukku mesoglia. This choanoderm, this pinacoderm. ഈ പിനക്കോഡേം ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിനെ പറയുന്നത് പിനക്കോസൈറ്റ്സ് എന്നും ഈ കൊയാനോഡേം ഉണ്ടാക്കിയിരിക്കുന്ന സെൽസിനെ പറയുന്നത് കൊയാനോസൈറ്റ്സ് എന്നുമാണ്. അതിന്റെ നടുക്ക് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മീസോഗ്ലിയ. മീസോഗ്ലിയയിൽ നോക്കാൻ നേരത്ത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സെല്ലുകൾ, ഇങ്ങനെ ഫുൾ ടൈം മൂവ് ചെയ്തേക്കുന്ന സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ പേര് അമീബോസൈറ്റ്സ് എന്നാണ്. അമീബോസൈറ്റ്സ് ഉണ്ട്. അമീബോസൈറ്റ്സിന് പല പല ഫങ്ഷൻസ് ഉണ്ട്, അതൊക്കെ പറയാം. അമീബോസൈറ്റ്സ് ഉണ്ട്. അമീബോസൈറ്റ്സിന്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊയാനോസൈറ്റ്സ് ഇല്ലേ, കൊയാനോസൈറ്റ്സ് ഫുഡ് പിടിച്ചെടുക്കും. അവർക്ക് ഫ്ലജല്ലൊക്കെ ഉണ്ടല്ലോ, ഫുഡിനൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കും. ആ ഫുഡിനെ പിടിച്ചെടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഈ മൂവിങ് സെൽസ് പോയി കളക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. അങ്ങനെയുള്ള ഡൈജഷൻ പറയുന്ന ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിൻ്റെ അകത്ത് വെച്ചുള്ള ഡൈജഷനെ പറയുന്ന ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അത് ഈ അമീബോസൈറ്റ്സ് ആണ് നടത്തുന്നത്. എന്നിട്ട് അമീബോസൈറ്റ്സ് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വേണ്ട ആവശ്യക്കാർക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കും. പിന്നെ അതല്ലാതെ അമീബോസൈറ്റ്സ് ട്രാൻസ്പോർട്ട് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ ഫുഡും ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടിനെല്ലാം ഇവരെ ഹെൽപ്പ് ചെയ്യും അമീബോസൈറ്റ്സ്. അതേപോലെ തന്നെ വേറെ ചില സെൽസുകളുണ്ട്, ആർക്കിയോസൈറ്റ്സ് എന്ന് പറയും. ആർക്കിയോസൈറ്റ്സ് അവരും ഈ മീസോഗ്ലിയയിൽ കാണുന്ന. അപ്പം മീസോഗ്ലിയയിൽ മെയിനായിട്ട് അമീബോസൈറ്റ്സ് കാണും, ആർക്കിയോസൈറ്റ്സ് കാണും. അപ്പം അമീബോസൈറ്റ്സിൻ്റെ ജോലി എന്തുവാ? അവര് കളക്ട് ഫുഡ് വാക്യൂൾസ് ഫ്രം ദ പിനക്കോസൈറ്റ്സ്. പിനക്കോസൈറ്റ്സ് ആരാ? ഇന്നർ ലെയർ ഉണ്ടാക്കിയേക്കുന്ന പിനക്കോഡേം ആണ്. പിനക്കോഡേം ഉണ്ടാക്കിയേക്കുന്ന സെല്ലുകളെയാണ് പറയുന്നത് പിനക്കോസൈറ്റ്സ്. അവര് ഫുഡിനെ പിടിച്ചെടുക്കും. ഇങ്ങനെ ഫുഡ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തരാം. ആ പിടിച്ചെടുക്കുന്ന ഫുഡിനെ കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് പോയി മേടിക്കും അമീബോസൈറ്റ്സ്. എന്നിട്ട് അമീബോസൈറ്റ്സിൻ്റെ അകത്ത് ഡൈജഷൻ നടക്കും. സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന ഡൈജഷനെ പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷനാണ്. പിന്നെ അമീബോസൈറ്റ്സ് ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട്, ഓക്സിജന്, വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ട്രാൻസ്പോർട്ടിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. വേറൊരു തരം സെല്ലുകളുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആർക്കിയോസൈറ്റ്സ്. ഒന്ന് ഈ ആർക്കിയോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ലുകളുണ്ടല്ലോ പിള്ളേരെ, അവരെന്താണെന്നറിയാം? അവര് അൺഡിഫറൻഷിയേറ്റഡ് ടോട്ടിപോട്ടന്റ് സെൽസ് എന്ന് പറയും. ആർക്കിയോസൈറ്റ്സ് ആർ അൺഡിഫറൻഷിയേറ്റഡ് ടോട്ടിപോട്ടന്റ് സെൽസ്. അവരൊന്നും ആയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ ടോട്ടിപോട്ടന്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാൻ പറ്റുന്ന സെല്ലുകളെയാണ് പറയുന്നത് ടോട്ടിപോട്ടന്റ് സെൽസുകൾ. അപ്പൊ അത് ഇങ്ങനെ ഈ മീസോഗ്ലിയക്കകത്ത് ഇങ്ങനെ കാണും. അവർക്ക് എന്ത് സെല്ലുകൾ വേണമെങ്കിലും ആവാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് സെക്സ് സെൽസ് അല്ലെങ്കിൽ ഗാമീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, അമീബോസൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, പിനക്കോസൈറ്റ്സ്. അവ എന്ത് സെല്ലുകൾ വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സെല്ലുകളെയാണ് പറയുന്നത് ടോട്ടിപോട്ടന്റ് സെൽസ്. അവരിപ്പം തൽക്കാലം ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള സെല്ലുകളെ പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് സെൽ. തൽക്കാലം ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും, മ്ലങ്സ്യാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സെല്ലുകളെ ഇപ്പൊ ഒന്നും ആയിട്ടില്ല.
എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒന്നും ആകാതെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാതിരിക്കുന്ന സെല്ലുകളെ പറയുന്ന അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് എന്നാണ്. എന്ത് വേണമെങ്കിലും ആകാൻ കപ്പാസിറ്റി ഉള്ള സെല്ലുകളെ പറയുന്നത് ടോട്ടിപോട്ടന്റ് സെൽസ്. അപ്പോൾ ആർക്കിയോസൈറ്റ്സ് ആർ ദോസ് സെൽസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ മീസോഗ്ലിയ വിച്ച് ആർ അൺഡിഫറൻഷിയേറ്റഡ് ടോട്ടിപോട്ടന്റ് സെൽസ്. കേട്ടോ. അമീബോസൈറ്റ്സ് എന്തുവാ? ദേ ആർ കോൺസ്റ്റന്റ്ലി മൂവിങ് സെൽസ്, മൂവിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയയുടെ ഹെൽപ്പോട് കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് നടക്കും. അവരുടെ ഫങ്ഷൻ എന്താ? ഫുഡ് കളക്ഷൻ, ഡൈജഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഓക്സിജൻ, അങ്ങനെ പല 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 കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. കേട്ടോ. അങ്ങനെ. പിന്നെ വേറൊരു സംഭവമുണ്ട് ഈ സ്പോഞ്ചസിന്. അവരുടെ ബോഡിക്കകത്ത് നിറച്ചു പോർസ് ഇല്ലേ, പോർ ബെയറിങ് ആനിമൽസ് ആണ്. ഇവരെവിടെയാണ് കാണുന്നത്? വെള്ളത്തിലാണ്. അപ്പോൾ ഒരു പോർ ബെയറിങ് ആനിമലിനെ വെള്ളത്തിൽ മുക്കിയിട്ട് എങ്ങനെ ഇരിക്കും? അവരുടെ ബോഡിക്കകത്തൂടെ എല്ലാം വെള്ളം കയറി ഇറങ്ങും. അപ്പോൾ ബോഡിക്കകത്തൂടെ വെള്ളം കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു യുണീക്ക് അക്വിഫെറസ് ഓർ കനാൽ സിസ്റ്റം ഇസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് സ്പോഞ്ചസ്. Presence of a unique canal system or aquiferous system. Presence of a unique canal system or aquiferous system ഉണ്ട്. എവിടെയാ? ഇൻ ദ കേസ് ഇൻ ദ സ്പോഞ്ചസ്. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്വ സിസ്റ്റം പറഞ്ഞാൽ, ഇപ്പോൾ ഇവരുടെ കേസിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ആസ്കോണിൻ്റെ ആണെങ്കിൽ ബോഡി ബോൾ ആണ്. ബോഡി ബോൾ, ഔട്ടർ ലെയർ, കേട്ടോ. ആസ്കോണിനെ വരച്ചേക്കുക. The body is perforated by numerous pores and these pores are called ostia. These pores are called ostia. ഈ പോഴ്സിൽ കൂടെ വെള്ളം അകത്തോട്ട് വരും. And the body contains a central cavity and it is called, and the central cavity of the body is called spongiocele. So through the ostia, water enters into the spongiocele and passes out through the opening present at the free apex, and this opening is called osculum. This central cavity is called spongiocele. The body of sponges are provided with a unique system of aquiferous system or canal system, which enables the passage of water through this canal system. Water enters the body through the pores present in the body and enters into the central cavity present in the body and passes out through the opening present at the apex. And this canal system enabling the transport of food and oxygen. ഇതിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ കടന്നു പോകുമ്പോഴേ, ഇതിൽ കൂടെ വെള്ളം ഈ പോഴ്സിൽ കൂടെ ബോഡിക്കകത്ത് ഇങ്ങനെ കയറുമ്പോൾ അതിനകത്തുള്ള മൈന്യൂട്ടുള്ള ഓർഗാനിസത്തിന് ഇവർക്ക് ഫ്ലജല്ല ഇരുന്നല്ല, ഇന്നർ ഇതിനകത്തൊക്കെ ഫ്ലജല്ല ഉണ്ട്. ആ ഫ്ലജല്ല ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വാട്ടർ കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അതോടുകൂടി അതിനിങ്ങനെ പിടിച്ചെടുക്കാനും പറ്റും ഫുഡ് പാർട്ടിക്കിളിൻ്റെ. അപ്പോൾ ഈ കനാൽ സിസ്റ്റം വെള്ളം ഇതിൻ്റെ ബോഡി കൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ enabling the transport of oxygen and food particles. അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾ ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇതിന് പോയി എവിടെയെങ്കിലും പോയി ഫുഡ് എടുക്കാത്തൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബോഡിക്കകത്തൂടെ വെള്ളം കയറി ഇറങ്ങി പോകുമ്പോൾ ആ വെള്ളത്തിലുള്ള ഫുഡ് പാർട്ടിക്കിളിനെയും അതിനകത്ത് ഡിസോൾവ് ചെയ്തേക്കുന്ന ഓക്സിജനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ദ സ്പോഞ്ചസ് are provided with a unique aquiferous system which enabling the transport of food and oxygen. Food and oxygen. ഈ കനാൽ സിസ്റ്റം ഞാൻ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ ആ സെൻട്രൽ ബോഡിക്കകത്തുള്ള ആ ക്യാവിറ്റി, ഇപ്പം ഈ പേനയ്ക്കകത്തുള്ള ഒരു ക്യാവിറ്റി ഇല്ലേ, ആ ക്യാവിറ്റിക്ക് ഉള്ള അതേപോലത്തെ ഒരു ക്യാവിറ്റി, അല്ലെങ്കിൽ ഇതൊരു ട്യൂബിലേക്കാണ്. ആ ട്യൂബിനകത്തുള്ള
central body cavity is called a spongiocele. ആ സ്പോഞ്ചോസീലിനകത്തോട്ട് ഈ pores are called the body is provided with numerous pores, and these pores are called ostia. The pores are called ostia. The body is provided with numerous pores, and these pores are called ostia. Ostia vadi vellam water enters into the body, reaches the spongiocele. From the spongiocele, the water passes out. Excurrent current. This water passes out, enters the body through the ostia, reaches the spongiocele, passes out through the osculum. Osculum എന്ന് വെച്ചാൽ മേളിലുള്ള അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഓസ്കുലം കേട്ടോ. അകത്തുള്ള സെൻട്രൽ കാവിറ്റി ഈസ് കോൾഡ് സ്പോഞ്ചോസീൽ. കനാൽ സിസ്റ്റം ഉണ്ട്, വെള്ളം കയറി ഇങ്ങനെ അടിച്ചെന്ന് പോകും കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്, ആസ്കനോയിഡിന്റെ ആണ്. ഇനിയും മച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കനാൽ സിസ്റ്റം ഉണ്ട്, അത് പഠിപ്പിച്ചേ. പിന്നെ ഈ സ്പോഞ്ച് നമ്മൾ സ്പോഞ്ച് കേക്ക് ഇല്ലേ, സ്പോഞ്ച് കേക്ക് അതെങ്ങനെ ഇരിക്കും, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. പക്ഷെ ഈ നമ്മൾ കാണുന്ന പോലെയല്ല. അടുക്കളയിലെ സ്പോഞ്ചിനെ നമ്മൾ പിടിച്ച് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും അല്ലേ. അതിനെ പിടിച്ച് ഞെക്കി നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്ക് ആ സ്പോഞ്ച് കഴുകി വെക്കുന്നത് എങ്ങനെയാണ്, പൈപ്പിൻ്റെ ഇടയിൽ വെച്ച് അത് കഴുകി ഞെക്കി അതിനകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞാൽ. പക്ഷെ ഈ സ്പോഞ്ചിനെ പിടിച്ച് അങ്ങനെ ഞെക്കുകയാണല്ലോ, അയ്യോ കയ്യിൽ മുള്ളുള്ള പോലെ ഇരിക്കും. സ്പോഞ്ചിനെ പിടിച്ച് ഞെക്കുക കയ്യിൽ മുള്ളു പിടിച്ച പോലെ ഇരിക്കും. എന്താണെന്നറിയാവോ, ഈ സ്പോഞ്ചസ് ഹാവ് എ skeleton, and the skeleton of the sponges are called spicules. Spicules are pointed definite structures. Pointed ആയിട്ട് ഡെഫിനിറ്റ് മുള്ളു മാറിയിരിക്കും ഈ സ്പിക്യൂൾസ്. അത് ഈ സ്പോഞ്ചസിന്റെ സ്കെലിട്ടൺ ആണ്. സ്പോഞ്ചസിന്റെ സ്കെലിട്ടണാണ് ഈ കുഞ്ഞു. അതിനകത്ത് നിറച്ചും നമുക്ക് പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഞെക്കുവാണെങ്കിൽ സ്പോഞ്ച് മണ്ണിനകത്ത് പരണ്ടിക്കഴിഞ്ഞാൽ സ്പോഞ്ചിനെ വെച്ച് കഴിഞ്ഞാൽ അരം പോലെ ഇരിക്കത്തില്ല. ഈ പാത്രം കഴുകുന്ന സ്പോഞ്ചിലെ സ്ക്രബില്ലേ, ആ സ്ക്രബിനെ പിടിച്ച് ഞെക്കുകയാണെങ്കിൽ കുറച്ച് റഫായിട്ടല്ലേ ഇരിക്കുന്നത്. അതുപോലെ ഒരു റഫ് ഫീലിംഗ് ഈ സ്പോഞ്ചിനെ പിടിച്ച് ഞെക്കിയാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് skeletal structures. The skeleton of the sponges are called spicules. Spicules are definite spine-like അല്ലെങ്കിൽ pointed structures. അത് പലതരത്തിലുണ്ട്. എന്തുവാണെന്നറിയാവോ, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, സിലിക്ക വെച്ച് ഉണ്ടാക്കിയതുണ്ട്, സ്പോഞ്ചിങ് മെറ്റീരിയലും ഉണ്ട്, പലതരത്തിലുണ്ട്. അപ്പം എന്നാലും ജനറൽ ആയിട്ട് നമുക്ക് പറയാം the spicules are the skeleton of the sponges are called spicules. Presence of spicules അല്ലെങ്കിൽ the skeleton of the sponges, skeletal structures of the sponges are called spicules. They are definite spine-like structures embedded in the mesoglea. ഈ മീസോഗ്ലിയക്കകത്ത് എംബഡ് ചെയ്തിരിക്കും, പ്രൊജക്റ്റിംഗ് ഔട്ട്. ഈ രണ്ട് ലെയറിന്റെ ഇടയ്ക്കല്ലേ മീസോഗ്ലിയ, ആ മീസോഗ്ലിയയിലാണ് ഈ സ്പോഞ്ചസ് അല്ലെ സ്പിക്യൂൾസ് ഇരിക്കുന്നതെങ്കിലും they project out from the outer ലെയറിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെളിയോട്ട് ഇങ്ങനെ തള്ളിയിരിക്കും. അതാണ് നമ്മളത് പിടിക്കുമ്പോഴത്തേക്ക് മുള്ളു ഉള്ളുന്ന പോലെ ഇരിക്കും കേട്ടോ. The spicules project out through the ഈ പിന്നക്കോട്ടിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കും. And they help in guarding the ഇതൊക്കെ ഓസ്റ്റിയാണ് കേട്ടോ പിള്ളേരെ. ഇത് പോഴ്സ് ആണ്, ഇത് പോഴ്സ്. ആ പോഴ്സിന് ഒരു ഗാർഡ് ചെയ്യും, ഒരു പ്രൊട്ടക്ഷനാണ് സ്പിക്യൂൾസ് കേട്ടോ. അപ്പൊ സ്പിക്യൂൾസ് പറഞ്ഞു. പിന്നെ ഇവരെന്താണെന്നറിയാമോ, ഇവര് ഹെർമഫ്രോഡൈറ്റ്സ് ആണ്. ഹെർമഫ്രോഡൈറ്റ്സ് എന്താ? ഹെർമഫ്രോഡൈറ്റ്സ് സ്പോഞ്ചസ് ആ hermaphrodites. Hermaphrodites means presence of both male and female sex organs അല്ലെങ്കിൽ sex cells within the body of a single organ. ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്ത് തന്നെ മെയിൽ ഫീമെയിൽ സെക്സ് സെൽസ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസംസ് ആർ കോൾഡ് hermaphrodites. Sponges are hermaphrodites. Both ova and sperm are produced within the body of a single organism. ഓരോ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് സെൽസ് ഉണ്ടാകുന്നുണ്ട്. സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് hermaphrodites. ഹിയർ സ്പോഞ്ചസ് ആർ hermaphrodites.
പിന്നെ ഇവര് റീപ്രൊഡ്യൂസസ് ബോത്ത് സെക്ഷുവലി ആൻഡ് അസെക്ഷുവലി. സെക്ഷുവലായിട്ടും അസെക്ഷുവലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, ഹെർമോഫ്രോഡൈറ്റ്സ് ആണ്. മെയിൽ ഫീമെയിൽ സെക്സ് സെൽസ് ഒരു ക്യാൻസറിന്റെ ബോഡിക്കകത്ത് തന്നെ അവരുണ്ടാവും കേട്ടോ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ബൈ ബഡിങ്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ബഡിങ്. Asexual reproduction is either by budding അല്ലെങ്കിൽ റീജനറേഷൻ. റീജനറേഷൻ വെച്ചാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിഞ്ഞു പോയെന്ന് വെച്ചു, ഈ ഒരു കഷ്ണത്തിന് can reform the remaining part. A high capacity of reproductive regeneratory capacity ഉണ്ട്. Sponges are provided with a high regenerative capacity. ഒരു ചെറിയ small portion of a body can regenerate the remaining lost part. ആ നഷ്ടപ്പെട്ട ഭാഗം മൊത്തമായിട്ട് ഈ ഓസ്കുലോം ഇത്ര ഭാഗങ്ങളിൽ ബാക്കി ഭാഗമെല്ലാം ഉണ്ടാക്കിയെടുത്ത് എവിടെയെങ്കിലും പോയിട്ട് അറ്റാച്ച് ചെയ്ത് അതവിടെ വളർന്നോളും. ഒരു പുതിയ സ്പോഞ്ചായിട്ട് അങ്ങനെ വളർന്നോളും. ചിലപ്പോൾ ഇത്രയും ഈ ഭാഗത്തിന് മേലിലുള്ള ഓസ്കുലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇത്രയും ഭാഗം മുറിഞ്ഞു പോയെങ്കിൽ ഇതിന് ബാക്കി റിമൈനിങ് ഭാഗം റീജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ റിമൈനിങ് പാർട്ട് ഓസ്കുലോ ഒക്കെ ഉണ്ടാക്കിയെടുത്തോളും. അപ്പൊ അവർക്ക് എന്തോ ഹൈ കപ്പാസിറ്റി ഓഫ് റീജനറേഷൻ. ഹൈ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് ഇവർക്ക്. അപ്പോ ഇവര് റീപ്രൊഡക്ഷന്റെ കാര്യത്തില് ഇവര് ഹെർമോഫ്രോഡൈറ്റ്സ് എന്ന് പറയും. പ്രസൻസ് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് സെൽസ് വിത്തിൻ ദ ബോഡി ഓഫ് എ സിംഗിൾ ഓർഗാനിസം. റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ആയിട്ടും അസെക്ഷുവൽ ആയിട്ടും നടത്തും. അസെക്ഷുവൽ ആയിട്ട് നടത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സെക്സ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ സെക്സ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. യൂണിയൻ ഗാമിറ്റ്സ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. സൈഗോട്ട് ഫോർമേഷൻ, സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ, സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നു, ലാർവ ഉണ്ടാകുന്നു. അപ്പൊ ലാർവ ഇവിടെ രണ്ട് തരത്തിലുള്ള ലാർവ ഉണ്ടാവും ഇവർക്ക്. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ലാർവ എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ പേര് in sponges. There are only two types of larval forms are there. They are called amphiblastula and parenchyma, and they are formed from the zygote. Zygotes are formed by the union between male and female gametes. Male and female gametes undergo fusion. Zygote is formed. The zygote undergo cleavage and resulting in the formation of larval forms. And these larval forms are formed within the body of a sponge. And this larva come out. ഇതിന്റെ ബോഡിക്കകത്ത് തന്നെ ഉണ്ടാവും. ഇവിടെ ഈ സെക്സ് സെൽസ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത്. മീസെൻകൈനകത്ത് ആ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. മീസെൻകൈൻ സെൽസിനകത്ത് ഗാമീറ്റ് സെൽസ് ആർ ഫോംഡ് ഫ്രം ആർക്കിയോസൈറ്റ്സ്. ആർക്കിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൺഡിഫറൻഷിയേറ്റഡ് പറയൂ. ആർക്കിയോസൈറ്റ്സ് സെൽസ് എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് ടോട്ടിപോട്ടന്റ് സെൽസ്. അവർക്ക് എന്ത് സെല്ലുകൾ വേണമെങ്കിലും ആകാം. അപ്പൊ മെച്യൂർ ആകാൻ നേരത്ത് ദീസ് ആർക്കിയോസൈറ്റ്സ് സെൽസിൽ നിന്ന് സെക്സ് സെൽസ് ഉണ്ടാകുകയും അവർ ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ദ സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ. സൈഗോട്ടിന്റെ ഡിവിഷനെ പറയുന്നത് ക്ലീവേജ് എന്നാണ്. ആ ക്ലീവേജ് കഴിഞ്ഞ് ഉണ്ടാകുന്ന ബോഡീനെ പറയുന്നത് ലാർവയാണ്. ആ രണ്ട് തരത്തിലുള്ള ലാർവൽ ഫോംസ് ഇവർക്ക് ഉണ്ടാകും. പലർക്ക് പല സ്പീഡ് ഈ ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, അല്ലാതെ മെറൈൻ ഫോംസ് ഉണ്ട്. ഈ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഈ ഫൈലം പോറിഫെറയിൽ രണ്ട് തരത്തിലുള്ള ലാർവൽ ഫോംസ് ഉണ്ടാകുന്നുണ്ട്. ആംഫിബ്ലാസ്റ്റുല ആൻഡ് പാരൻകൈമുല. ഇവരുണ്ടായി കഴിഞ്ഞിട്ട് ഇവർ ബോഡി കാവിറ്റിയിലോട്ട് വരികയും ആ വാട്ടർ കറണ്ടിൽ കൂടെ ഇവർ എസ്കേപ്പ് ചെയ്ത് വെളിയിൽ പോവുകയും ചെയ്യും. വാട്ടർ കറണ്ടിൽ കൂടെ ദീസ് ലാർവൽ ഫോംസ് എസ്കേപ്പ് ഫ്രം ദ ബോഡി. അത് വെളിയിലോട്ട് വരും, എന്നിട്ട് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് അവർ വളർന്ന് വേറെ സ്പോഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആംഫിബ്ലാസ്റ്റുല എന്ന് പറയുന്നത്
ആംഫിബ്ലാസ്റ്റിലേക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്, അകത്തൊരു ക്യാവിറ്റിയും ഒരു അതേസമയം പാരൻകൈമില നല്ല സോളിഡ് ആയിട്ടാണ്. സോളിഡും എന്താ സോളിഡ് ആൻഡ് ഹോളോ എന്ന് പറയുമ്പോ എങ്ങനെയാ? ഒരു വെള്ളരിക്ക എന്ന് പറയുമ്പം അതിന്റെ ആകെ മുഴുവൻ ഫില്ലല്ലേ, അതാണ് ഒരു സോളിഡ്. അതേസമയം പടവലങ്ങ എന്ന് പറഞ്ഞാൽ പടവലങ്ങയ്ക്കകത്തൊരു ക്യാവിറ്റി ഉണ്ട്, അതൊരു ഹോളുമാണ്. അപ്പൊ ഇവിടെ രണ്ടു തരത്തിലുണ്ടെങ്കിലും രണ്ടും ലാർവൽ ഫോംസ് ആണ്. ഒരെണ്ണത്തിനകത്തൊരു ക്യാവിറ്റി ഉണ്ട്, അവരാണ് ആംഫിബ്ലാസ്റ്റില. അതിന്റെ മേലുള്ള സെല്ലിനകത്ത് ഫ്ലാജെല്ലൊക്കെ ഉണ്ട്. ഇവിടെ മുഴുവൻ ഔട്ടറിൽ മുഴുവനുള്ള സെല്ലുകൾക്കെല്ലാം ഫ്ലാജെല്ലേറ്റഡ് ആണ്. ഇന്നർ സെൽസ് എന്ന് പറയുന്നത് ആർക്യോസൈറ്റ്സ് സെല്ലുകളായിരിക്കും. ഇന്നറിൽ പാരൻകൈമില അവർ സോളിഡ് ആണ്. പാരൻകൈമില സോളിഡ് ആൻഡ് ദിസ് ഇസ് ഹോളോ. രണ്ടും സ്പോഞ്ചസിന്റെ ലാർവൽ ഫോംസ് ആണ്. ആംഫിബ്ലാസ്റ്റില ആൻഡ് പാരൻകൈമില. ഹൈ പവർ ഓഫ് റീജനറേഷൻ, റീപ്രൊഡക്ഷൻ സെക്ഷുവൽ ആയിട്ടും അസെക്ഷുവൽ ആയിട്ടും നടക്കുന്നുണ്ട്. അസെക്ഷുവൽ ആയിട്ട് നടക്കുന്നത് എങ്ങനെയാ? ബഡിങ് വഴി നടക്കും. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ബഡിങ് അല്ലെങ്കിൽ റീജനറേഷൻ. ഇനി വേറൊന്നുണ്ട്, ജെമ്യൂൾ ഫോർമേഷൻ. ജെമ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മളെ ചെടി നമ്മൾ വിത്തെടുക്കത്തില്ലേ പിള്ളേരെ, അതിൻ്റെ അരി. ഇപ്പൊ ബോൾസ് എന്ന് പറഞ്ഞ ചെടിയില്ല, അതിൻ്റെ അരി നമ്മൾ സൂക്ഷിച്ചു വെക്കും അല്ലേ, എന്നിട്ട് നമ്മൾ നട്ടിട്ട് അരി നട്ട് കഴിപ്പിക്കും. അതുപോലെ അൺഫേവറബിൾ കണ്ടീഷൻ വരാൻ നേരത്തെ ഈ സ്പോഞ്ച് എല്ലാം വെള്ളത്തിലല്ലേ, എന്തെങ്കിലും അൺഫേവറബിൾ കണ്ടീഷൻ, ചിലപ്പം ആ സ്പോഞ്ച് നിൽക്കുന്ന സ്ഥലത്തെ വെള്ളം അങ്ങ് പോവുക, ടൈഡ് വന്നിട്ട് അത്ര സ്ഥലം ഉണങ്ങിപ്പോവുക, അല്ലെങ്കിൽ സ്പോഞ്ച് ഉണ്ടായിരുന്ന സ്ഥലത്ത് റോക്ക് എക്സ്പോസ്ഡ് ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും അൺഫേവറബിൾ കണ്ടീഷൻ വന്നിട്ട് അവർ പിന്നെ സർവൈവ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഉടൻ തന്നെ ഇവിടെ ആർക്യോസൈറ്റ്സ് സെല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഈ മീസെൻകൈം സെൽസിൽ, അവര് ചെറിയ വിത്ത് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കും. ദേ ആർ കോൾഡ് ജെമ്യൂൾസ്. ജെമ്യൂൾസ് ആർ ഫോംഡ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാകുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന ചെറിയ വിത്തുകൾ പോലത്തെ ചെറിയ ഗ്രാനുലർ ഫോംസിലുള്ളതാണ്. ദേ ആർ കോൾഡ് ജെമ്യൂൾസ്. കേട്ടോ, ജെമ്യൂൾസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ജെമ്യൂളിന് ഒരു ഡബിൾ ലെയർഡ് ആണ്. എന്നിട്ട് അതിന്റെ ഈ സ്പിക്യൂൾസ് ഇല്ലേ പിള്ളേരെ, സ്പിക്യൂൾസ് എന്താ? സ്പിക്യൂൾസ് അവിടെ സ്കെലറ്റൽ സ്ട്രക്ചേഴ്സ് ആണ്, ഡബിൾ ലെയർഡ് ആണ്. ആൻഡ് ദ സ്പിക്യൂൾസ് ആർ അറേഞ്ച്ഡ് റേഡിയലി. ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്, എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് ഒരു കുടം മാതിരി ഇരിക്കും. കണ്ടോ, ഇതിന്റെ അകത്ത് മുഴുവനും ഇല്ല പിള്ളേരെ, ഇതിന്റെ അകത്ത് മുഴുവനും ആർക്യോസൈറ്റ്സ് സെല്ലുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരിക്കും. ഇത് അൺഫേവറബിൾ കണ്ടീഷനിൽ ഉണ്ടാകുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ സ്പോഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ജെമ്യൂള്. ആ ജെമ്യൂള് അതിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്, ഡബിൾ ലെയർഡ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. ബിറ്റ്വീൻ ദ ടു ലെയേഴ്സ് സ്പിക്യൂൾസ് ആർ അറേഞ്ച്ഡ് റേഡിയലി. അപ്പൊ സ്പിക്യൂൾസും ഒക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് ഷെല്ല് പോലെ ഇരിക്കും. അതിന്റെ അകം മുഴുവനും ഫിൽഡ് വിത്ത് ആർക്യോസൈറ്റ് സെൽസ്. Archaeocyte cells are those cells which are undifferentiated totipotent cells. During favorable condition വരുമ്പോൾ this opening is called a micropyle. ഈ opening is called a micropyle. This micropyle opens and the archaeocyte cells escapes through this micropyle, and these archaeocyte cells can generate different types of cells, and these archaeocyte cells ഡെവലപ്പ് into a new അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്പോഞ്ചിനെ ഉണ്ടാക്കാൻ പറ്റും. കേട്ടോ, സ്പോഞ്ചസിന്റെ ബോഡി എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടുള്ള ബോഡി ഒന്നുമല്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ aggregation of different types of cells.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. അപ്പോൾ നമ്മൾ സ്പോഞ്ചസ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ ചെറിയതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തന്നു. എന്താ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലുള്ള സ്പോഞ്ച് പോലെയോ അടുക്കളയിലുള്ള സ്പോഞ്ച് പോലെയോ ഇരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിന് ജീവനുള്ള റിയൽ ആയിട്ടുള്ള സ്പോഞ്ച് എന്ന് പറയുമ്പോൾ അതിനകത്തൂടെ വെള്ളം കയറി ഇറങ്ങാൻ പറ്റും. സ്പോഞ്ചിനെ പോലെ തന്നെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ, അവരുടെ ബോഡിക്കകത്ത് നിറച്ച് പോർസ് ഉണ്ട്, പോർ ബിയറിങ് ആനിമൽസ്. അതുകൊണ്ടാണ് അവർ കമ്മിങ് അണ്ടർ ദ ഫൈലം പോറിഫറ. അവരുടെ ബോഡിക്കകത്തൂടെ വെള്ളം കയറി ഇറങ്ങി പോകാനുള്ള കനാൽ സിസ്റ്റം ഉണ്ട്. അവരുടെ ബോഡി ഞെക്കി നോക്കിയാൽ മുള്ളു ഉള്ള പോലെ ഉണ്ട്. അത് അവർക്ക് ബലം കൊടുക്കുന്ന ഇത് ഇങ്ങനെയൊക്കെ നിൽക്കണ്ടേ, വടി പോലെ ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ അവരുടെ ബോഡിയുടെ സ്കെൽറ്റൽ സിസ്റ്റമാണ്. അത് മുള്ളു മാറിയിരിക്കും. സ്പിക്യൂൾസ് ആണ്, പോയിന്റഡ് സ്ട്രക്ചേഴ്സ് ആണ്, അത് സ്പൈൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെന്താ, പിന്നെ അവർ സെക്ഷുവലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. റേഡിയലി സിമെട്രിക്കലാണ്. ബോഡി എന്ന് പറയുന്നത് ബോഡി ഈസ് ആൻ ആഗ്രിഗേഷൻ. ഇറ്റ് ഈസ് ആൻ ആഗ്രിഗേഷൻ ഓഫ് സെൽസ്. It is an aggregation of different types of cells. Different cells performing different functions, but similar cells are not organized into tissues. The organ system or tissues are ഒന്നും തന്നെ ഇല്ല. Most of the sponges are derived, but few are freshwater. Simplest multicellular organism ആണ്, pore bearing ആണ്, radial symmetry. Body can be divided into two equal halves by cutting through any radii passing through the center. പിന്നെന്താ, സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. ഓർഗൻസ് ഇല്ല, കനാൽ സിസ്റ്റം ഉണ്ട്, സ്പിക്യൂൾസ് ഉണ്ട്, ഹെർമഫ്രോഡൈറ്റ്സ്, പ്രസൻസ് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. പിന്നെന്തുവാ, രണ്ട് തരത്തിലുള്ളതുണ്ട്, ആംഫിബ്ലാസ്റ്റില്ല, പാരൻകൈമില്ല. ബോഡി വാൾ എന്ന് പറയുമ്പോൾ എന്താ, അതിവിടെ എഴുതി വെച്ചിട്ടില്ല. എന്താ ബോഡി വാൾ ഇടയ്ക്കൊന്നിരിക്കുവാണ്. അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ബോഡി വാൾ കൺസിസ്റ്റ് ഓഫ് ടു ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ഓഫ് സെൽസ്. ബോഡി വാൾ ഇസ് ഫോംഡ് ഓഫ് ടു ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ഓഫ് സെൽസ്. ബോഡി വാളിന്റെ കാര്യം പറഞ്ഞു തരും നിങ്ങൾ. ബോഡി വാൾ കൺസിസ്റ്റ് ഓഫ് ടു ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ്, ഔട്ടർ പിനക്കോഡോം, ഇന്നർ കോയനോഡോം. And the pinacoderm is formed of specialized flattened cells, and these flattened cells are called pinacocytes, whereas inner layer is called coenoderm, and it is formed of specialized flagellated cells, and these cells are called coenocytes. In between coenoderm and the pinacoderm there is a jelly-like substance called mesoglia, and the mesoglia contains specialized cells, constantly moving cells called amoebocytes. And these amoebocytes, the function or another, food collection from the food vacuole, digestion of food vacuole, transport of food, oxygen, waste materials, etc. Certain other cells are also there. They are called archaeocytes. Archaeocytes are totipotent undifferentiated cells. They can develop into any type of cells. These sponges in the body ഉള്ള ഏത് സെല്ലുകളായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ് ആർക്കിയോസൈറ്റ്സ്. അതുപോലെ തന്നെ എംബഡഡ് ഇൻ ദ mesoglia there are certain pointed spine-like structures present in the mesoglia, projecting outside through the pinacoderm, and they are the skeletal structures. They are called spicules. Spicules are the skeletal structures of the sponges. ഇത്രയും നിങ്ങൾ ജനറൽ ക്യാരക്ടർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ജനറൽ ആയിട്ട് സ്പോഞ്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അല്പം ആനിമൽസിനെ പറ്റി പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ സ്പോഞ്ചസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. താങ്ക് യു.